ഇനി അടുത്തത് സെൻട്രൽ മൊമെൻറ്റ് കണ്ടുപിടിക്കുക. സെൻട്രൽ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം മ്യൂ1 0 ഇനി മ്യൂ2 വരുമ്പോൾ ഇക്വേഷൻ മ്യൂ2 മൈനസ് മ്യൂ1 സ്ക്വയർ. മ്യൂ2 കണ്ടുപിടിച്ചു 1/6. മ്യൂ1 വരുമ്പോൾ 1/3 അതിൻ്റെ സ്ക്വയർ. ഫ്രാക്ഷൻ്റെ സ്ക്വയർ വരുമ്പം ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ കാണുക ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ. ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ കാണുക ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1 തന്നെ ഇതുണ്ട് 1/6 മൈനസ് ഇവിടെ 1/6 മൈനസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ 3യുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9. എൽസിയം എടുക്കുക. 9 × 6 54, 9 × 1 9, 6 × 1 -6. ഇത് രണ്ടും കൂടെ പോകുമ്പോൾ 3/54 വരും. അത് 1/18 1/18 എഴുതിയില്ലെങ്കിൽ നീ 3/54 കാൽക്കുലേറ്റർ അടിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഇനി മ്യൂ3 വരുമ്പോഴും മ്യൂ3 = മ്യൂ3 മൈനസ് 3 മ്യൂ1 മ്യൂ1 പ്ലസ് 2 മ്യൂ1 ക്യൂബ്. മ്യൂ3 കിട്ടിയത് 1/10 മൈനസ് 3 × 1/6 × 1/3 പ്ലസ് 2 × 1/3 ദ ഹോൾ ക്യൂബ്. ഈ 3യും വെട്ടിക്കളയാം. 1/3യുടെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് 1, 3യുടെ ക്യൂബ് 27 വരുന്നത്. അപ്പം ഇത് വരുമ്പോൾ 1/10 മൈനസ് 1/6 പ്ലസ് 2 × 1/27 2/27. ഇതിൻ്റെ എൽസിയം കാണാം. ഇതിൻ്റെ എൽസിയം എടുക്കുമ്പം ഇങ്ങനെ എടുക്കുന്നത് 10, അതായത് ഡിനോമിനേറ്ററിൽ എഴുതുക 10, 6, 27 ഇങ്ങനെ എടുക്കുക. ആദ്യം ഇത് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എന്തോ കൊണ്ടാണെന്ന് നോക്കുക. ഇവിടെ നോക്കുമ്പോൾ എല്ലാം കൊണ്ട് പറ്റത്തില്ല. ഇവിടെ ഒന്നെങ്കിൽ 2 കൊണ്ട് പറ്റും, അല്ലെങ്കിൽ 3 കൊണ്ട് പറ്റും. അപ്പോൾ നമുക്ക് വലിയ സംഖ്യ എടുക്കാം 3. അപ്പോൾ 10 കൊണ്ട് 3നെ പറ്റത്തില്ല. അപ്പോൾ അത് 10 അതുപോലെ തന്നെ എടുത്തെഴുതുക. 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 2. 27നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9. വീണ്ടും ഇതിനകത്ത് നോക്കുക. ഇതിനകത്ത് 2 കൊണ്ട് പറ്റും ഡിവൈഡ് ചെയ്യാൻ. അതപ്പം 5നെ 2 കൊണ്ട് 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. 2നെ ചെയ്യുമ്പം 1. 9നെ ചെയ്യാൻ പറ്റത്തില്ല. 9 ഇതുപോലെ എഴുതി. വീണ്ടും നമ്മൾ 3 കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. 3 കൊണ്ട് ഇവിടെ ചെയ്യുന്നില്ല. അതായത് പിന്നെ 5, 9 ഉള്ളു. അപ്പോൾ പിന്നെ നമുക്ക് 1 ആക്കണം. ഇതെല്ലാം 1 ആക്കണം. ഈ സംഭവങ്ങളല്ല, ഇവിടുത്തെ നടുക്കത്തെ മാത്രമേ 1 ആയുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വലിയ സംഖ്യ 9 വെച്ച് ചെയ്ത് നോക്കാം. 9 വെച്ച് ചെയ്യുമ്പോൾ 5നെ പറ്റത്തില്ല. 1 അതുപോലെ എടുത്തെഴുതുക. ഇത് 1 ആയി. വീണ്ടും 5 ഉള്ളൂ ബാക്കി. അപ്പോൾ 1, 1, 1. പിന്നെ ഇതിനെ എല്ലാം കൂടി ഇൻറ്റു ചെയ്യുക. ഈ 3, 2, 9, 5നെ ഇൻറ്റു ചെയ്യാം. 3 ഇൻറ്റു 2 ഇൻറ്റു 9 ഇൻറ്റു 5 270 എന്ന് വരും. അപ്പം അതാണ് ഇതിൻ്റെ. ഇനി നമ്മൾ അങ്ങനെ നോക്കണം. അതാണ് ഇതിൻ്റെ ഡിനോമിനേറ്ററെ. ഡിനോമിനേറ്റർ മൊത്തത്തിൻ്റെയും കൂടെ ഡിനോമിനേറ്റർ 270. ഇനി നമ്മൾ ഓരോന്നിനെയും നോക്കണം. 10നെ എന്തോ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 270 വരുന്നതെന്ന് നോക്കാം. അതായത് 270 ഡിവൈഡഡ് ബൈ 10 ചെയ്യുക. 27. 10 ചെയ്യുമ്പോൾ 27 വരും. ആ 27നെ ഇതിൻ്റെ മേളിലും താഴെ ഇൻറ്റു ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേളിലോട്ട് ഇൻറ്റു ചെയ്യുക. 1ൽ ഇൻറ്റു ചെയ്യുമ്പോൾ 27. ഈ സൈൻ ഇടുന്നു മൈനസ്. ഇനി 270നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 45 കിട്ടും. അപ്പോൾ മേളിൽ 45 ഇൻറ്റു 1 45 പ്ലസ് 27നെ 10 കൊണ്ട് ചെയ്യുമ്പോൾ അതിൽ 270 ഇൻറ്റു മേളിൽ 10 ചെയ്യുമ്പോൾ 20. ഇതിനി കൂട്ടുക. 47ൽ നിന്നും 45 കുറയ്ക്കുമ്പം
2 വരും. അപ്പോൾ 2/270 അത് ചെയ്യുമ്പം 2/270 ചെയ്യുമ്പം 0.0074 ആണ് കിട്ടുന്നത്. അതായിരിക്കും അപ്പം ആൻസർ. ഇനി ഫോർത്ത്, ഇത് നാലാമത്തേതിൻ്റെ ഇതുപോലെ കണ്ടുപിടിക്കാം. μ4 is equal to equation μ4 dash minus 4 μ3 dash μ1 dash plus 6 μ2 dash μ1 dash the whole square minus 3 μ1 dash the whole raised to 4. μ4 dash 1/15 minus 4 into 1/10 into 1/3 plus 6 into 1/6 into 1/3 square minus 3 into 1/3 the whole raised to 4. 1/50 minus 4, ഈ 4 ഡിവൈഡ് ബൈ ഇത് കൂടി ഇൻറ്റു ചെയ്യുവാണ്ട് എല്ലാം കൂടി ഇൻറ്റു ചെയ്താൽ മതി. 10 into 3 30 പ്ലസ് 6 ക്യാൻസലായി പോവും. ഇത് വരുമ്പോൾ 1/9 മൈനസ് 3 ഇൻറ്റു ഒരു 3യും ക്യാൻസലാവും. പിന്നെ ഒരു 3യും ക്യാൻസലായിട്ട് ഇവിടെ 3 വരത്തുള്ളൂ. അതായത് 3 into 1/3 the whole raised to 4 എന്നല്ലേ. ഒരു 1/3 നമ്മൾ വെളിയിലെടുക്കുക. അപ്പോൾ പിന്നെ ഇവിടെ എത്ര, അതായത് 1/3 4 പ്രാവശ്യം ഇൻറ്റു ചെയ്യാന്നുള്ളതല്ലേ 1/3 raised to 4. ഒരു 1/3 വെളിയിലെടുക്കുന്നു. ആ 3 ഈ 3യും ആ 1/3യും തമ്മിൽ വെട്ടിക്കളയുമ്പോൾ 1. അപ്പോൾ ഇവിടെ ബാക്കി വരുന്ന 1/3 raised to 3. അത് വരുമ്പോൾ മുമ്പ് ചെയ്ത പോലെ 1/27 വരും. ഇനി ഇതിൻ്റെയും LCM കാണണ്ടെന്ന് തോന്നുന്നു, കാരണം എല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എന്നാലും LCM കാണാമെന്ന് കേട്ടോ. 15, 30, 9, 27 ഡിവൈഡഡ് ഇത് LCM എടുക്കുക. 13 കൊണ്ട് 5, 10, 3, 9. പിന്നെ നമുക്ക് 3 കൊണ്ട് ചെയ്താൽ 5, 10, 1, 3. വീണ്ടും ഒന്നുകൂടെ 3 കൊണ്ട് ചെയ്താൽ 5, 10, 1, 1. 5 കൊണ്ട് ചെയ്താൽ 1, 2, 1, 1. 2 കൊണ്ട് ചെയ്താൽ 1, 1, 1, 1. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 2. അപ്പോഴും 270 തന്നെയാണ് വരുന്നത്. 270 ഈ 270 ഡിവൈഡ് ബൈ 15 ചെയ്യുമ്പോൾ 18. അത് ഇവിടെ ഇൻറ്റു ചെയ്യാം. 18 ഇൻറ്റു 1 18 മൈനസ് 270 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോൾ 9 വരും. മൈനസ് 9 ഇൻറ്റു 4 ചെയ്യുമ്പോൾ 36. ഇനി 270 ഡിവൈഡഡ് ബൈ 9 ചെയ്യുമ്പോൾ 30. അത് പ്ലസ് ഇത് 1 ഇൻറ്റു 30 ചെയ്യുമ്പോൾ 30 മൈനസ് 270 കൂടെ 10 ഇൻറ്റു ചെയ്യുമ്പോഴാണ് 27 കൂടെ 10 ഇൻറ്റു ചെയ്യുമ്പോൾ 270 കിട്ടുന്നത്. അപ്പോൾ ഇത് മേളിലും 1 ഇൻറ്റു 10 10 ഇസ് ഈക്വൽ ടു ഈ 10 ഈ 10 കൂട്ടുക. 18 പ്ലസ് 30 48 മൈനസ് 9 പോലെ 46/270, അതായത് 2/270. ഇത് തന്നെ വന്നു 0.0074. മുമ്പത്തെ വാല്യൂ തന്നെയാണ്. ഇനി അടുത്തത് ജോയിൻ്റ് പ്രോബബിലിറ്റി ഫങ്ഷൻസ്. അതായത് ഒരു 2 റാൻഡം വേരിയബിൾ ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റി, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഒരു എക്സ് എന്ന് പറയുന്നൊരു റാൻഡം വേരിയബിൾ, അതിൻ്റെ പ്രോബബിലിറ്റി f(x), അതിൻ്റെ PDF, അങ്ങനെ പ്രോബബിലിറ്റി ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ച് f(x) എന്നുള്ളത്. ഇനി നമുക്ക് പറയുക 2 റാൻഡം വേരിയബിൾ എക്സ് വൈ എന്നുള്ള 2 റാൻഡം വേരിയബിൾ ഉണ്ട്. അപ്പോൾ ആ 2 റാൻഡം വേരിയബിൾ വരുമ്പം അതിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും കൂടെ ജോയിൻ്റ് ആയിട്ടുള്ള ഒരുമിച്ചുള്ള
പ്രോബബിലിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. അതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ് അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. അതായത് എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അതിൻ്റെ വാല്യൂസ് x1 x2 എക്സെട്ര xn വരെ എടുക്കുക. എം വരെ എടുക്കുക. അതുപോലെ y എന്ന് പറയുന്നത് വേറൊരു റാൻഡം വേരിയബിളാണ്. അതിൻ്റെ വാല്യൂസ് y1 y2 എക്സെട്ര yn വരെ എടുക്കുക. അതായത് എക്സിൻ്റെ വാല്യൂസിൻ്റെ നമ്പറും വൈയുടെ വാല്യൂസിൻ്റെ നമ്പർ സെയിം ആവണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ. നമ്മൾ ആദ്യം പ്രോബബിലിറ്റി പഠിച്ചു എഫ് ഓഫ് എക്സ്, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് എക്സ് ഐ എന്നും എക്സ് ജെ എന്നും കൊടുക്കുക. അതായത് എക്സിൻ്റെ എണ്ണത്തിന് ഐ എന്നും വൈയുടെൻ്റെ എണ്ണത്തിന് ജെ എന്നും കൊടുക്കുകയെന്ന് ചോദിച്ചോ. പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ, ക്യാപിറ്റൽ എക്സ് എക്സ് ഐ ആവാനും ഐക്ക് 1 2 തൊട്ട് എം വരെ ഏത് നമ്പറും ആവാം. അത് ഇവിടെ കൊടുത്തേക്കുന്നത് x1 x2 എക്സെട്ര xm വരെ. പിന്നെ അതുപോലെ y ഇസ് ഈക്വൽ ടു വൈ ജെ എന്ന് പറഞ്ഞാൽ എക്സിനെ എക്സ് ഐ എന്നും ക്യാപിറ്റൽ വൈക്ക് വൈ ജെ എന്നും കൊടുത്തിട്ട് ഈ ഐയും ജെ എന്ന് പറഞ്ഞാൽ എത്ര നമ്പറാണോ നമ്മൾ ഇവിടെ എടുത്ത ആ നമ്പർ ജെ ഇസ് ഈക്വൽ ടു 1 2 എക്സെട്ര ഇവിടെ n വരെ. അപ്പോൾ n വരെയാണ്. ഇതിനെയാണ് പറയുന്നത്. ഇതാണ് ജോയിൻറ്റ് പ്രോബബിലിറ്റി ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, അതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എഫ് ഓഫ് എക്സ് എന്ന് പഠിച്ചില്ലേ, അതുപോലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ, വൈ ഇസ് ഈക്വൽ ടു വൈ ജെ. അതിന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ, രണ്ടും ഉണ്ട് ജോയിൻ്റ് ആയതുകൊണ്ട് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഇതേ സാധനം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ, വൈ ഇസ് ഈക്വൽ ടു വൈ ജെ. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി മുമ്പത്തെ പ്രോപ്പർട്ടി തന്നെ, അതായത് മുമ്പേ നമ്മൾ പഠിച്ചു എഫ് ഓഫ് എക്സ് എടുത്തു കഴിയുമ്പം അതെല്ലാം സീറോയെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയെക്കാട്ടിലും വലുതോ ഈക്വലോ ആയിരിക്കും എല്ലാ ഐക്കും ജെയ്ക്കും. അതുപോലെ ഇതിൻ്റെ സം എടുത്തു കഴിയുമ്പോൾ 1 വരുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് ഐ, വൈ ഇസ് ഈക്വൽ ടു വൈ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഇതിൻ്റെ സമ്മേഷനാണ്, ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് സമ്മേഷൻ. പിന്നെ ഇവിടെ കേസ് വരുമ്പം എക്സും വൈയും ഉണ്ട്. അപ്പോൾ ഒരു സമ്മേഷൻ പോലെ 2 സമ്മേഷൻ വേണം. ആദ്യത്തെ സമ്മേഷൻ എക്സിൻ്റേത്, ഇതിനകത്ത് എക്സ് ഐയും വൈ ജെ എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഐയുടെ സമ്മേഷൻ, ഐക്ക് എവിടെ തൊട്ട് എവിടെ വരെ വാല്യൂ 1 തൊട്ട് എം വരെ, ഐ ഇസ് ഈക്വൽ ടു 1 to m. അടുത്തത് ജെയുടെ വാല്യൂ, അതായത് വൈയുടെ വാല്യൂ, വൈക്ക് കൊടുത്തേക്കുന്ന ജെയുടെ വാല്യൂ 1 തൊട്ട് n വരെ. അത് 2 സമ്മേഷൻ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഐ, വൈ ഇസ് ഈക്വൽ ടു വൈ ജെ ഇസ് ഈക്വൽ ടു 1. ഇനി ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനി നമ്മൾ CDF പഠിച്ചില്ലേ, CDF പഠിച്ചപ്പം ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നുള്ളത് നേരെ തിരിഞ്ഞ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നായി. അതേപോലെ തന്നെ മുമ്പത്തെ എടുത്ത പോലെ തന്നെ എക്സും വൈന്ന് 2 റാൻഡം വേരിയബിൾ, അതിൻ്റെ നമ്പർ x1 x2 തൊട്ട് xm വരെയും ഇതിൻ്റേത് വൈ n വരെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ജോയിൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്തേക്കുന്നത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പത്തെ പോലെ തന്നെ ഈ ഈക്വൽ ടുവിന് ഇവിടെ ഈക്വൽ ടു ആണ് വന്നെങ്കിൽ അതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വന്നു. അത്രേ ഉള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. അത് നിനക്ക് ഈ ഐ എഫ് ജെ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഇട്ടാലും മതി. പക്ഷേ ഇവിടെ നീ ഇതൊന്ന് പഠിച്ചു വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ സമ്മേഷൻ ഓവർ ഐ സമ്മേഷൻ ഓവർ ജെ എന്ന് ഇട്ടാൽ മതി. ഈ ഐ 1 to m 1 to n ഇടാൻ പാടാണെങ്കിൽ അത്ര എഴുതിയാലും മതിയായിരിക്കും. ഇനി മാർജിനൽ ഫംഗ്ഷൻ.